മകൻ കഴിഞ്ഞ വർഷം മുതൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേര് മാത്രമാണ് വീട്ടിൽ. ഇപ്പോൾ ഒരു ചെറിയ പട്ടണത്തിൻ്റെ പുറത്തായാണ് ഞങ്ങളുടെ വീട്. ഞാൻ ഐ.ടി.ഐയിലും ഭാര്യ ഒരു കമ്പനിയിലും അക്കൗണ്ടൻസായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് അലക്സ്, ഭാര്യ റീന. പ്രൈവസിക്ക് വേണ്ടി വേറെ പേരാണ് ഞാൻ ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 17 വർഷം സന്തോഷകരമായ ലൈഫായിരുന്നു ഞങ്ങളുടേത്. പക്ഷെ 2 വർഷമായി എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. ആദ്യകാലത്തെ 2-3 പ്രാവശ്യം അവളുടെ കൂടെ കൂടെ ഒളിച്ചു കളിച്ചിരിക്കുന്ന എനിക്കിപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് കളിക്കാൻ നേരം കിട്ടുന്നത്. അതുമല്ല, ആരോഗ്യത്തിന് തീരെ ശേഷിയുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കളിക്കാൻ ശ്രമിച്ചാൽ അതും കൂടി നടക്കുന്നില്ല. പലപ്പോഴും ഞാൻ കളിക്കാൻ ശ്രമിച്ചെങ്കിലും ശരിക്കും എൻ്റെ കോൺഫിഡൻസ് പോയി എന്ന് തന്നെ പറയാം. ഈ കളികളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഞാൻ കൂടുതൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശരിക്കും പറഞ്ഞാൽ രാത്രി വരെ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പകലുറക്കവും രാത്രി ജോലിയുമായി. റീനയെ ഒഴിവാക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ റീനയുടെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് പറ്റാതെയായി. ഒരുപാട് ഞാൻ അവളുടെ കൂടെ കളിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു പരാജയമായി മാറി. റീനയ്ക്ക് പക്ഷേ ഇതിന് കളിക്കാൻ വലിയ ആഗ്രഹമുണ്ടെങ്കിലും ചില കമൻറ്റുകൾ നിന്ന് എനിക്ക് അവളെ മനസ്സിലായിരുന്നു. അവൾ അതിനായി മറ്റൊരാളെ സമീപിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് അവളോട് എനിക്ക് പറയാൻ ശരിക്കും മടിയായിരുന്നു. അവൾ അത് എങ്ങനെ എടുക്കും എന്നൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. ഭർത്താവ് അറിഞ്ഞിരിക്കെ ഭാര്യ മറ്റൊരാളുമായി കളിക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അവളോട് ഞാനത് പറയുകയും അവൾ അത് അഗ്രി ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനൊരു അവസരം ഒരുക്കി കൊടുക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരൻ ജോണി കുറച്ച് നാളായി ഡിവോഴ്സായി നിൽക്കുകയായിരുന്നു. അവൻ്റെ ഭാര്യയ്ക്ക് കളികളിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഡിവോഴ്സിൻ്റെ കാരണം ഇത് തന്നെയായിരുന്നു. അവൻ്റെ മകളും യൂണിവേഴ്സിറ്റിയിലാണ്. അവനും ഞാനും ഒരുമിച്ച് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജോണിയെ വിളിച്ച് റീനയെ സഹായിക്കാൻ പറയണം എന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മകളും ഒന്ന് ഉഷാറായി നിൽക്കുകയും എന്നാൽ റീനയോട് സമീപിക്കുമ്പോൾ അതെല്ലാം താഴ്ന്നു പോകുകയും ചെയ്യുമായിരുന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. പഴയ പോലെ അവളോട് എനിക്ക് കളിച്ച് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി മനസ്സിലായി. റീനെ, എനിക്ക് ഒന്നിനും പറ്റാതെ ആണല്ലോ ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യുകയാ? ഞാൻ ഓപ്പണായി അവളോട് എൻ്റെ പ്രശ്നം പറഞ്ഞു. ടെൻഷൻ കൊണ്ടായിരിക്കും ഇച്ചായ. വർക്ക് കുറച്ച് കൂടുതലല്ലേ, രാത്രിയിൽ ഉറക്കം കുറവല്ല, അതുകൊണ്ടായിരിക്കും എന്ന് റീന എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നീ ആരോട് വേണമെങ്കിലും കളിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല കേട്ടോ, പകുതി തമാശ പോലെ അവളോട് പറഞ്ഞു. ആരെ? ഇച്ചായന് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് ശരിക്കും വികാരം കത്തി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഇനി അടുത്ത പടിയിലേക്ക് കടക്കാം എന്ന് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി. ജോണിയെ ഞാൻ അടുത്ത വീക്കെൻഡിൽ വീട്ടിലേക്ക് വിളിച്ചു. അവനോട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അവൻ സമ്മതിച്ചു. ജോണി വരുന്നെന്ന് പറഞ്ഞപ്പോൾ റീനയ്ക്കും സന്തോഷമായി. ഇനി അവർക്ക് തമ്മിൽ കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നേരിട്ട് പറഞ്ഞാൽ റീനയോ ജോണിയോ സമ്മതിക്കണം എന്നില്ല. അവർക്ക് ചിലപ്പോൾ ചമ്മൽ ഉണ്ടാവും. അവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയുമൊക്കെ കാണും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മാറുന്നതാണ് ഉത്തമം എന്ന് എനിക്ക് തോന്നി. പക്ഷേ എനിക്കത് കാണാൻ ആഗ്രഹം ഉണ്ട്. എന്നാൽ റിസ്ക്കാണ്. അവർ വാതിലടച്ചു കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നടക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വീഡിയോ ക്യാമറ വെക്കാം എന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ വീട്ടിൽ താഴത്തെ മുറികളിലെല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുകളിലെ കിടപ്പുമുറികളിൽ ആയിരിക്കും കാര്യം നടന്നാൽ നടക്കും. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗാർഡൻ ഹൗസിൽ അതിലെ ഒരു മുറിയിൽ കാര്യം സെറ്റ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതിൻ്റെ മുകളിൽ ഡൗൺ ലൈറ്റ് ഒരെണ്ണം മാറ്റിയിട്ട് HD ക്യാമറ ഉള്ള ഒരു ലൈറ്റ് അവിടെ പിടിപ്പിച്ചു. അത് രഹസ്യ ക്യാമറ ആയതുകൊണ്ട് നോക്കിയ ലൈറ്റ് ആണെന്നേ തോന്നൂ. വൈഫൈ കണക്ട് ചെയ്തു നോക്കിയപ്പോൾ കൃത്യമായ ബെഡ് കാണാം. നൈറ്റ് മോഡ് കൂടി ഉള്ള ക്യാമറ ആയതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്താലും നന്നായി കാണാൻ പറ്റുന്നുണ്ട്.
ഇനി അവർ റൂം മാറിയാലോ എന്ന പേടിയിൽ ഞങ്ങളുടെ മുറിയിലേക്ക് പോയാലോ എല്ലാ പ്ലാനും തെറ്റും എന്ന് എനിക്ക് തോന്നി. വെള്ളിയാഴ്ച വൈകുന്നേരം ജോണി എത്തി. ഞങ്ങൾ പഴയ കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. ഞങ്ങൾ ബ്രാൻഡി അടിച്ചു. റീന വൈനാണ് കുടിച്ചെങ്കിലും അവൾ കാണാതെ കുറച്ച് ബ്രാൻഡി 2 തവണ ഞാൻ അതിലൊഴിച്ചു. അവൾ പൂസായാൽ പിന്നെ അവൾക്ക് നന്നായി വികാരം കൂടൂ എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ റീനയോട് ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. റീന കേൾക്കാതെ ജോണിയോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങാൻ അവൻ എന്നെ ഉപദേശിച്ചു. എങ്കിലും നല്ല ഡോക്ടറെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്ന് ഞാൻ അവനോട് പറഞ്ഞു. എൻ്റെ കാര്യം ഓർത്തല്ലടാ, റീനയുടെ കാര്യം ഓർത്താണ് എൻ്റെ വിഷമം. വേറെ ആരെങ്കിലും വിളിച്ച് അവളുടെ വികാരങ്ങൾ ഒന്ന് ശമിപ്പിക്കാൻ എന്ന് ഞാൻ ഓർത്തതാണ്. അത് കേട്ടപ്പോൾ തന്നെ ജോണിയുടെ മുഖം വികസിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നീട് ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. ഇച്ചായ, ആ ചിക്കനും ബിരിയാണിയൊക്കെ ജോണിക്ക് എടുത്തു കൊടുക്ക്. എനിക്ക് പുറത്ത് നടുവിനും വേദനയാണ്, അതുകൊണ്ടാ. ജോണി, ഇവൾക്ക് എപ്പോഴും നല്ല പുറം വേദനയുണ്ട്. നിനക്ക് നന്നായി തിരുമ്പാൻ അറിയുമല്ലോ, നീ ഒന്ന് അവൾക്ക് നന്നായി തിരുമ്പി കൊടുക്കുമോ? ഓ, അതിനെന്താടാ, ഡിന്നർ കഴിച്ചിട്ട് തിരുമ്പിയേക്കാം. ഇവൻ്റെ വല്യപ്പൻ കൽപ്പറ്റയിൽ വലിയ തിരുമ്പൽക്കാരനായിരുന്നു കേട്ടോ റീനെ. അവൾ ചിരിച്ചു. ഡിന്നർ സമയത്തും ഞങ്ങൾ വൈൻ എടുത്തു. ഒരു ഗ്ലാസും കൂടി റീന കുടിച്ചതോടെ അവൾക്ക് നല്ല മൂഡായി. ഡിന്നർ കഴിഞ്ഞു. ഞാൻ ക്യാമറ ഉള്ള മുറിയിലേക്ക് ബെഡിൽ ഒരു പായ വിരിച്ചു കൊടുത്തു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ആയുർവേദ എണ്ണയും തോർത്തും കുറച്ച് ടിഷ്യൂ പേപ്പറും ഒക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ എല്ലാം റെഡിയാക്കിയ ശേഷം ഒരു കോൾ എൻ്റെ മൊബൈലിൽ നിന്ന് കമ്പനിയിലേക്ക് വിളിച്ചു. അത് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് കമ്പനിയിൽ പോകേണ്ട കാര്യം ഉണ്ടെന്നും ഞാൻ പോയേ പറ്റൂ എന്ന് പറഞ്ഞു. റീന ചോദിച്ചു, ഇപ്പം തന്നെ പോണോ ഇച്ചായ? 1 മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യണ്ടേ? എപ്പോൾ തിരിച്ചു വരൂ? ഇത്തിരി പ്രശ്നമാണെന്ന് തോന്നുന്നു. കുറച്ചു നേരം എടുക്കും. രാത്രി ഇനി തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നാളെ രാവിലെ വന്നേക്കാം. ജോണി, നീ ഇവൾക്ക് നന്നായി തിരുമ്പി കൊടുക്കും. മുതുകത്തും നടുവിനും തോളത്തും ഒക്കെ നല്ല വേദന പറയാറുണ്ട്. നിനക്ക് നന്നായിട്ട് പണി അറിയാമല്ലോ. നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നന്നായി തിരുമ്പി വേദനയൊക്കെ മാറ്റിയേക്കാം മച്ചാ. ഞാൻ എണ്ണയും പായും ഒക്കെ കിഴക്കേ ബെഡ്റൂമിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നാളെ കാണാം. അത് പറഞ്ഞ് ഞാൻ ഇറങ്ങി. കുറച്ചു നേരം ഡ്രൈവ് ചെയ്തിട്ട് ഒരു പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്തു. ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തു. ഡൈനിങ് റൂമിലെ ക്യാമറ നോക്കിയപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോഴും കൺസർവേറ്റ് ചുറ്റി നിന്ന് സംസാരിക്കുന്നതായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് റീന ജോണിയുടെ ഭാര്യയുടെ കാര്യം തിരുക്കി. ജോണി പറഞ്ഞു, അവളിപ്പോൾ അവളുടെ വീട്ടിലാണ്. അവൾക്ക് അപ്പേൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് എന്തായിരുന്നു ജോണി പ്രശ്നം? എന്നോട് പറയാമെങ്കിൽ പറഞ്ഞോ. മടി വേണ്ട കേട്ടോ. റീന, കല്യാണം കഴിഞ്ഞ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് റീനയ്ക്കിപ്പോൾ നന്നായി അറിയാമല്ലോ. അവൾക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. ഓ, അങ്ങനെയാണോ? ഇച്ചായൻ അങ്ങനെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. ആരും വിശ്വസിക്കില്ല റീനെ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം അവളെ തൊട്ടത് തന്നെ 1 വർഷത്തോളം കഴിഞ്ഞാണ്. 2-3 മാസം കൂടുമ്പോൾ അവൾ ദയ തോന്നിയാൽ ഒന്ന് സമ്മതിക്കും. അതും വെറുതെ ഒന്ന് കിടക്കും, അത്ര തന്നെ. ഈ കഴിഞ്ഞ 19 വർഷത്തിനുള്ളിൽ ഒരു 30-40 മാത്രമേ ഞാൻ അവളെ തൊട്ടിട്ടുള്ളൂ. ഓ, അങ്ങനെയാണോ? സിലിക്ക് താല്പര്യം ഇല്ലഞ്ഞിട്ടാണോ? അത് എന്തെങ്കിലും